ഹായ് ഗായ്സ്, ജെസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളോട് ചില ഞരമ്പ് രോഗികളെക്കുറിച്ചൊരു ടോപ്പിക്കുമായിട്ട് വന്നേക്കുന്നു പറയാൻ. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മോംസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ ഉണ്ട്. ആ പെൺകുട്ടിയും അതിൻ്റെ അനിയത്തി അവർ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ, നല്ല വെള്ളയൊക്കെ ഇട്ട് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ പെൺകുട്ടി ചേച്ചി ബാക്കിൽ നിൽക്കുന്നു. അതിൽ നിന്ന് ഇച്ചിരി ചെറുപ്പമായ അനിയത്തി ഫ്രണ്ടിൽ ഈ പ്രായമുള്ള മനുഷ്യൻ്റെ അടുത്താണ് ആ കുട്ടിക്ക് നിൽക്കാൻ സ്ഥലം കിട്ടിയത്. ഈ കുട്ടി അവിടെ നിൽക്കുന്ന ആ സമയം അത്രയും ഈ മനുഷ്യൻ പല കൈക്രിയകളും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യമൊക്കെ ആ കുട്ടി കണ്ടിട്ടും ഈ പെൺകുട്ടികൾ മറ്റാൾക്കാരൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ച് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ചില അവസരങ്ങളുണ്ടല്ലോ. എന്ത് ചെയ്യട്ട്, ഇതൊരു എല്ലാവരും യാത്ര ചെയ്യുന്നൊരു ബസ്, അത് കുറേ സമയം സഹിച്ചു നിന്നു. അപ്പോൾ ഇടയ്ക്കത് അതിൻ്റെ ചേച്ചി തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി എന്ത് ചെയ്തെന്നറിയാമോ, അനിയത്തിയെ ഇയാളുടെ കൈയൊക്കെ കൊണ്ടുവന്ന് ഇയാളിങ്ങനെ അതിൻ്റെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ തൊടാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നു, തട്ടുന്നു. ചേച്ചി ഇത് കണ്ടു നിന്നിട്ട് കുറേ ക്ഷമിച്ചു, ഇപ്പം നിർത്തുമെന്ന് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ചേച്ചി ഫ്രണ്ടിലേക്ക് വന്നിട്ട്, നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കുറച്ച് ഭാഗം ഇവിടെ കാണിച്ചു തരാം. ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്നൊരു ഭാഗം. ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല തന്നെ വേണം. ചേച്ചി ഫ്രണ്ടിലേക്ക് വന്നിട്ട് നേരെ അയാളുടെ കവിളിൽ നോക്കി നല്ലൊരു അടി കൊടുത്തു. പ്രായമാണോ നോക്കില്ല. എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് അപ്പനില്ല, ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരേണ്ടതാണ്, പക്ഷേ പ്രായത്തെ മാനിച്ചുകൊണ്ട് തനിക്ക് നാണം ഉണ്ടോടോ, ഇത്രയും മാന്യനായിട്ട് വന്ന് ഇരുന്നിട്ട് തന്നെക്കാളും ഒരുപാട് ചെറുപ്പക്കാർ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്, അവർക്ക് ആർക്കും തോന്നാത്ത ഈ ഒരു കുഴപ്പം തനിക്ക് തോന്നിയത്. അപ്പോൾ അയാൾ കൈയെടുത്ത് തൊഴുത് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്യില്ല, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, തനിക്ക് തെളിവ് കാണിച്ച് തരട്ടെ എന്ന്. ഒരുപാട് ആ പെൺകുട്ടി ഇയാളെ വഴക്ക് പറഞ്ഞു. അതൊക്കെ നല്ല രീതിക്ക് തന്നെ. സത്യമായിട്ടും അയാൾ അവസാനം അയാൾക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാനും വയ്യ, അവിടെ ഇരിക്കാനും വയ്യ, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, എത്രയോ ചെറുപ്പക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു. അവർക്കാർക്കും തോന്നാത്തത് ഈ പ്രായമുള്ള മനുഷ്യർക്ക്, ഇവർക്ക് നാണമില്ലേ, ഇവർക്ക് വീട്ടിൽ ഭാര്യയില്ലേ, മക്കളില്ലേ? ഒരു പക്ഷേ ഭാര്യ അടുത്തില്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സായി പോയതായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഏതെങ്കിലും അത്ര അടുത്തില്ലാതിരിക്കാം. അതുകൊണ്ട് ബസ്സിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ കാണുന്ന പെൺകുട്ടികളോടാണോ നിങ്ങളുടെ അതിക്രമം കാണിക്കേണ്ടത്? ഇത്രയും ഈ ആൾക്കാരുടെ മുന്നിൽ ഇയാൾ നാണം കെട്ടില്ലേ? ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇയാളെന്തോ വിചാരിച്ചു, ആരും ശ്രദ്ധിക്കുന്നില്ല, ഈ സഞ്ചരിക്കുന്ന ദൂരം അത്രയും ആ പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാമെന്നായിരുന്നു ഇയാളുടെ വിചാരം. ചില ഞരമ്പ് രോഗികളുണ്ട്, ഈ വയസ്സന്മാർ. ഈ വയസ്സന്മാർക്ക് എന്തെന്ന് വെച്ചാൽ, അവർക്ക് ഈ ചെറുപ്പക്കാർ പെൺകുട്ടികളോടാണ് അഭികാമ്യം കൂടുതൽ. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാർ പെൺകുട്ടികൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ വിവാഹം കഴിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം, അവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ മേൽ അവർ കാണിക്കുന്നത്. ചില ആളുകളുണ്ട് വിവാഹം കഴിക്കാനും താല്പര്യപ്പെടാതെ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ഇതാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാലോ ആ പറയുന്നവരടുത്തായിരിക്കും ഇവർക്ക് ദേഷ്യം മുഴുവനും. അങ്ങനെ ഇവർ ദേഷ്യം കാണിച്ചാൽ ഇവരെന്നാൽ അത് നിർത്തലാക്കുന്നില്ല. അപ്പം നിങ്ങൾ കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്നത് ആൾക്കാർ പറയും. അപ്പോൾ ആൾക്കാരോട് ഉള്ളിൽ ദേഷ്യവും പകയും വെച്ചിട്ട് ആൾക്കാരോടല്ല ദേഷ്യം തീർക്കാൻ, അത് ചെയ്യാതിരിക്കുക.
ഒരു തവണ ആവർത്തിച്ചാൽ പിന്നെ നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക. ഇതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ പല നാൾ കള്ളം ഒരു നാൾ വെളിയിൽ വരും, പിടികൂടപ്പെടും. അതിനാരോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രാകൃത രീതികൾ മനസ്സിൽ വന്നാലും പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് വേറെ ഒരുപാട് പോംവഴികൾ കണ്ടെത്താം. നിങ്ങൾക്ക് ഭാര്യ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ. പക്ഷേ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഈ പെൺകുട്ടികളോട്, അതും ചെറിയ പെൺകുട്ടികളോടൊന്നും ഈ എന്താ പറയുക, അതിന് ഈ വികൃതമായ സ്വഭാവം കാണിക്കാതിരിക്കുക. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ഈ പാവം മുഖം കാണുമ്പോണ്ടല്ലോ നമുക്ക് വഴക്ക് പറയാൻ തോന്നത്തില്ല. കാരണം ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു നോക്കൂ. പെൺകുട്ടി നല്ലൊരു അടി അയാൾക്ക് കൊടുത്തു. അപ്പോഴത്തേക്കും അയാളുടെ മുഖം വാടിയിട്ട് അയാൾ തൊഴുതു നിൽക്കുന്നു. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ചില പെൺകുട്ടികൾ എന്തു പറയാൻ, ഈ വയസ്സന്മാരായാലും അവരുടെ സ്വത്ത്, അവരുടെ ക്യാഷിൻ്റെ രീതികളൊക്കെ കണ്ടിട്ട് അവരുടെ വലയിൽ കുടുങ്ങി ജീവിക്കുന്നവരുണ്ട്. ഒരു ഒടുവിൽ ഈ വലയിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് പറയണത്, ഈ വയസ്സന്മാരുടെ ഈ സ്നേഹപ്രകടനങ്ങൾക്ക് മുമ്പിൽ വീണു പോകാതിരിക്കുക. വീണു പോയാൽ തല ഊരാൻ പറ്റാതെ വരും. പിന്നെ ഇങ്ങനെയുള്ള മരമാക്രികൾക്ക് പബ്ലിക്കിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നന്നായിട്ട് പ്രതികരിക്കണം. കാരണം ആ പെൺകുട്ടി പ്രതികരിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം പ്രായത്തെ അവിടെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ആ പ്രായമുള്ള മനുഷ്യൻ ഈ ചെറിയൊരു പെൺകുട്ടിയോട് ഇങ്ങനെ കാണിക്കാൻ അയാൾക്ക് കൊള്ളാമോ? അത് ശരിയാണ്. അപ്പം പിന്നെ അയാൾക്ക് ഇത് തന്നെയാണ് കൊടുക്കാനുള്ള ശിക്ഷ. ഇപ്പം എന്ത് ചെയ്തു? എത്രയോ ആ ബസ്സിലിരുന്ന ആൾക്കാർ എല്ലാവരും അറിഞ്ഞു. ഈ ഒരു വീഡിയോ തന്നെ ലാക്ക് വ്യൂസൊക്കെ കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ അന്ന് ആ സ്പോട്ടിൽ ആ ബസ്സിൽ കണ്ടത്. ഇപ്പോൾ അതല്ലാതെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെത്രയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹവും അഭിമാനവും ബഹുമാനവും എല്ലാം തോന്നുന്നു. കാരണം പ്രതികരിക്കേണ്ടടുത്ത് പെൺകുട്ടികൾ പ്രതികരിച്ചിരിക്കണം. ആരെങ്കിലും അറിയും, അയ്യോ എന്നെ എന്ത് വിചാരിക്കും, അങ്ങനെ പറയൂ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. വയസ്സന്മാർ വന്ന് തോന്നിയ പറഞ്ഞാൽ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. പിന്നെ അവർ നിങ്ങളടുത്ത് ആ ശല്യത്തിന് വരത്തില്ല. പലരും പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇവർക്ക് ഈ തോന്നിയസം വളർത്തിക്കൊണ്ട് വരണം എന്നൊരു തോന്നൽ. ഒടുവിൽ ഊരി പോരാ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ കുടുങ്ങിയിട്ട് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഇതൊരു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം. ആടി അപ്പോഴ് തന്നെ പെൺകുട്ടികൾ കൊടുക്കാൻ തയ്യാറായാൽ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ ഒരു പരിധിവരെയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഗൈസ്. ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും പോയി കാണുക. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ